കാപ്പാടൻ രമേശന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ കെ സുധാകരന്റെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വളരെ വൈകാരികമായാണ് കാപ്പാടൻ രമേശനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ കെ സുധാകരൻ ഈ ചടങ്ങിൽ പങ്കുവച്ചത്. CPM-ന്റെ ആക്രമണകാലത്ത് തന്നെ തന്റെ സന്തത സഹചാരിയായിരുന്ന കാപ്പാടൻ രമേശൻ തന്നെ നിരന്തരം ഒരു ബോഡി ഗാർഡിനെ പോലെ സംരക്ഷിച്ചു നിർത്തി. ഇന്ന് താൻ ജീവിച്ചിരിക്കുന്നതിന്റെ കടപ്പാട് കാപ്പാടൻ രമേശനുള്ളതാണ് എന്ന് കെ സുധാകരൻ അതിവൈകാരികമായി പറഞ്ഞ് വിതുമ്പുന്നത് ആ ചടങ്ങിൽ നമ്മൾ കണ്ടു. അതിനുശേഷം കെ സുധാകരൻ കണ്ണൂർ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നിരുന്നു. നേതൃത്വവുമായി ചെറിയ പിണക്കവുമായിട്ടാണ് കെ സുധാകരൻ മടങ്ങിയത്. വരുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിന്റെ വന്ന ശേഷം അദ്ദേഹത്തിന്റെ FB പോസ്റ്റിൽ കണ്ണൂരുമായുള്ള തന്റെ വൈകാരിക ബന്ധത്തെക്കുറിച്ചും താൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും കണ്ണൂരിൽ കോൺഗ്രസ് വളർത്തുന്നതിന് സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് എല്ലാവരും മറന്നുപോയിരിക്കാം അത്, പക്ഷെ തനിക്കത് മറക്കാൻ കഴിയില്ല എന്നായിരുന്നു കെ സുധാകരൻ ആ FB പോസ്റ്റിൽ കുറിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം കാപ്പാടൻ രമേശൻ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. വളരെ വൈകാരികമായി ഈ ഘട്ടത്തിലും അദ്ദേഹം വിതുമ്പിക്കൊണ്ട് കാപ്പാടൻ രമേശനെ കുറിച്ച് ഓർത്തു. പക്ഷേ കണ്ണൂർ സീറ്റിനെ കുറിച്ച് പിന്നീട് ഒരു അക്ഷരം കെ സുധാകരൻ സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ കാത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി അദ്ദേഹം കാപ്പാടൻ രമേശൻ അനുസ്മരണ ചടങ്ങിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഒരു പ്രതികരണവും ഇതുവരെ അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം ഇതുവരെ കണ്ണൂർ സീറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മടങ്ങി വരാൻ ഡൽഹിയിൽ നിന്ന് പിണങ്ങി വന്നതാണോ എന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ കെ സുധാകരൻ മനസ്സ് തുറന്നിരുന്നില്ല. ഇപ്പോഴും അതേ കാപ്പാടൻ രമേശിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു എന്നതല്ലാതെ അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകരെ കാണാനോ പ്രതികരിക്കാനോ തയ്യാറായിട്ടുമില്ല. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. അജീഷ്, വിഫലമാണല്ലോ ആ കാത്തിരിപ്പല്ലേ? കാരണം കെ സുധാകരൻ പോയി, അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. തിക്കും തിരക്കുമൊക്കെ ഉണ്ടായി. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തുനിന്നു. പക്ഷേ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലേ അജീഷ്, ശരിയല്ലേ? അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങളോട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംസാരിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ, കണ്ണൂർ സീറ്റിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ പാർട്ടി തീരുമാനിക്കുമെന്നൊരു വാക്കും മാത്രമാണ് കെ സുധാകരൻ ഇന്ന് പറഞ്ഞത്. അതിനുശേഷം മറ്റൊരു കാര്യവും അദ്ദേഹം പറയാൻ തയ്യാറായില്ല. അദ്ദേഹം മടങ്ങുകയായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം. എന്തായാലും ഈ കണ്ണൂർ സീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് പാർട്ടിക്കകത്ത്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്നുള്ളൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പുറത്തു വരുന്നത് പാർട്ടി തീരുമാനിക്കും എന്നുള്ളൊരു ഒറ്റ വാചകമാണ്. കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പാർട്ടി തീരുമാനിക്കും എന്നുള്ളൊരു ഒറ്റ വാചകം മാത്രമാണ് ഈ ഘട്ടത്തിൽ കെ സുധാകരൻ പറഞ്ഞത്. എന്തായാലും നാളെ ഡൽഹിക്ക് ചെല്ലാൻ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിട്ടുണ്ട്. കെ സുധാകരൻ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു തീരുമാനം ആയിട്ടില്ല. ഒരു നിലപാട് കെ സുധാകരൻ തുറന്നു പറഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോഴും കെ സുധാകരന്റെ ഡൽഹി പോക്ക് സംബന്ധിച്ച കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഒരു അനുനയം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളും കോൺഗ്രസ് പ്രവർത്തകരും അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമില്ലാതെ മാറ്റി നിന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക് നേതാക്കൾക്കൊക്കെ കരുതുന്നുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകണം. കരുത്തുറ്റ ഒരു നേതാവിനെ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളൊരു ആഗ്രഹം അവർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഒക്കെ തന്നെ നമ്മളോട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിവാദമുണ്ടായതിൽ അവർക്ക് ചെറിയ നീരസമുണ്ട്. കണ്ണൂരിലെ നേതൃത്വത്തിന് ചെറിയ നീരസമുണ്ട്. എന്തായാലും കണ്ണൂരിലെ നേതാവ് കെ സുധാകരൻ തന്നെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അതിലൊരു സസ്പെൻസ് തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ശരി, കെ സുധാകരൻ കണ്ണൂരിൽ മത്സരരംഗത്തുണ്ടാകുമോ എന്ന കാര്യത്തിലുള്ള അവ്യക്തത തുടരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം MP-മാരെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിലുള്ള നയപരമായ തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. കെ സുധാകരൻ അതിനുള്ള അതൃപ്തി നേരത്തെ പ്രകടമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പിണങ്ങി നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം അദ്ദേഹം ഇട്ട FB പോസ്റ്റിൽ കണ്ണൂരുമായുള്ള തന്റെ വൈകാരിക ബന്ധവും കണ്ണൂരിൽ പാർട്ടിയെ വളർത്താൻ താൻ അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി എഴുതിയിരുന്നത്. ഇതൊക്കെ പലരും മറന്നുപോയി കാണും, പക്ഷെ തനിക്കത് മറക്കാൻ കഴിയില്ല എന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ അനുയായികൾ എത്തിക്കൊണ്ട് കെ സുധാകരനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അന്ന് പ്രതികരിച്ചതുമാണ്. കെ സുധാകരനെ മാറ്റി നിർത്തിയാൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.